സൂര്യയുടെ ഒരു മലയാളം സിനിമ വരുന്നു. അതുപോലെ തന്നെ കാന്താര നമ്മൾ ഭയങ്കര ഹിറ്റാന്ന് ഓർത്തിരുന്ന സിനിമ എന്താ ബോക്സ് ഓഫീസിൽ പയ്യെ വീണു തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ ആ രണ്ട് മെയിൻ ന്യൂസിലാണ് നമുക്കിത് പറയാനുള്ളത്. നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ നടക്കാം. ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ കാന്താരൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. കാന്താര 5 ദിവസം കൊണ്ട് ഇതുവരെ 268 കോടി രൂപ നേടിയിട്ടുണ്ട്. 150 സിനിമയുടെ ബഡ്ജറ്റ് വരുന്നു. ഓബ്വിയസ്ലി ബഡ്ജറ്റ് കിടന്നിട്ടുണ്ട്, എന്നാൽ പോലും സിനിമ ബോക്സ് ഓഫീസിൽ പയ്യെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 62 കോടി, സെക്കൻഡ് ഡേ കളക്ഷൻ 46 കോടി, തേർഡ് ഡേ കളക്ഷൻ 56 കോടി, 4-ാം ദിവസത്തെ കളക്ഷനുകൾ ഓർക്കുക 62 കോടിയായിരുന്നു. എന്നാൽ 4-ാം ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെ എന്ന് വെച്ചാൽ 5-ാം ദിവസം സിനിമയുടെ ഫസ്റ്റ് മൺഡേ ആയിരുന്നു. ഫസ്റ്റ് മൺഡേ സിനിമയ്ക്ക് കിട്ടിയേക്കുന്ന കളക്ഷൻ വെറും 31 കോടി രൂപയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50.4% ഡ്രോപ്പാണ് സിനിമയുടെ ബുക്കിങ്ങിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് മൺഡേ ടെസ്റ്റിൽ തന്നെ സിനിമ പയ്യെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും 1000 crore എന്ന് പറഞ്ഞ ഒരു മാർക്ക് അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് തോന്നുന്നത്. ഒരു 500 അറൗണ്ട് പടത്തിന് കളക്ഷൻ മിക്കവാറും നിൽക്കുമായിരിക്കും. 500-600 അറൗണ്ട് കിട്ടുമായിരിക്കും കൂടിപ്പോയാൽ. ഏതൊക്കെയാലും ഫസ്റ്റ് മൺഡേ ടെസ്റ്റിൽ കാന്താര പയ്യ വീണ് തുടങ്ങിയിട്ടുണ്ട്, പയ്യെ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ നിന്നൊക്കെ പകുതിയിലോട്ട് വീണിട്ടുണ്ട് കളക്ഷൻ. അങ്ങനെയാണ് കാന്താര സിനിമേൻ്റെ കാര്യം വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ നേരെ ജിത്തു മാധവൻ്റെ കാര്യം പറയാം. സൂര്യൻ്റെ പടത്തെ പേര് പറഞ്ഞു തുടങ്ങാം. ഈ പടത്തിന് സൂര്യയുടെ പടമാണ്, പക്ഷേ പടത്തിൻ്റെ മിക്ക കാസ്റ്റുകളും അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എല്ലാവരും തന്നെ മലയാളികളുടെ അല്ലെങ്കിൽ കേരള എന്നുള്ള ആൾക്കാരാണ് ഈ സിനിമയിൽ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ജിത്തു മാധവനാണ്. ജിത്തു മാധവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പ്രതീക്ഷിക്കുന്നു. ആവേശം, രോമാഞ്ചം പോലത്തെ സിനിമകളൊക്കെ എടുത്തു വെച്ചേക്കുന്ന അവരാണ് ഈ സിനിമയും എടുത്തു വെച്ചിരിക്കുന്നത്. ജിത്തു മാധവൻ സൂര്യ ആയിട്ട് വരുന്ന സിനിമയാണ്. ഇനി ഇതിന് മ്യൂസിക് നിങ്ങളേക്കാണ് സുഷിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്യുന്നത്. ഓബിയസ്ലി ഇന്ന് 2 മെയിൻ മലയാളം ആൾക്കാർ തന്നെ ഈ സിനിമേൻ്റെ കാസ്റ്റിൻ്റെ ഇടയ്ക്ക് ഇനിയും ആൾക്കാർ ഒരുപാട് കേരളയിൽ നിന്ന് വരുന്നുണ്ട്. ഏകദേശം സിനിമയുടെ ഷൂട്ടിങ് ഈ വരുന്ന നവംബർ തുടങ്ങുമെന്നാണ് കേൾക്കുന്നത്. സിനിമയുടെ ഏത് ടൈപ്പ് ജോണറാണെന്ന് ഒന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. മിക്കവാറും നല്ലൊരു കോമഡി ആക്ഷൻ സിനിമ തന്നെയായിരിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സജസ്റ്റ് ചെയ്യുന്നത്. സിനിമ ഏതൊക്കെയാലും നെക്സ്റ്റ് ഇയർ ആണ് തിയേറ്ററിൽ എത്തുന്നത്. അതാണ് സൂര്യയുടെ കാര്യം. ഇത് ഏതൊരു തമിഴ് പടമായിരിക്കും, അല്ലെങ്കിൽ ബൈലിംഗ്വലായിട്ട് മലയാളം ആൻഡ് തമിഴിൽ എടുക്കുന്നതായിരിക്കും. ബട്ട് കൂടുതൽ ചാൻസ് തമിഴ് തന്നെ എടുക്കാനായിട്ട് തന്നെയാണ്. ഏതൊക്കെയായാലും അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോക്ക് ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തിരിച്ച് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.